ഹേ ഗൈസ്, ഒരു ഓട്ടിടൽ വ്ളോഗ്. സഖാവ് ഷെട്ടിനെയും പപ്പു ഫാനും ബട്ടുനെയും കൊണ്ട് ഓട്ടിടാൻ പോയി. അപ്പോഴത്തേക്ക് ഗോപുര താവര വിരിഞ്ഞ് ഈടെ എത്തിയപ്പോ നമ്മ ഓട്ടിടുന്നിടത്ത് ക്യൂ ഒന്നുമില്ല. നല്ല മജയില് നമ്മ പോയിട്ട് ഓട്ടിട്ട് എന്തിനല്ലോ ഒരു ഞെക്കിട്ട് നമ്മുടെ കഞ്ഞി ഓട്ടൊക്കെ ഞമ്മ ഇട്ട് ഞമ്മ ഓട്ടിട്ട് 10 മിനിറ്റിൽ ഇറങ്ങി. പക്ഷെ ബട്ടുന്റെ ഒരു ക്യൂ നോക്കി വലിയ ക്യൂ ഓറിന്നും ഓട്ടിട്ടാവും തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മളെ വാർഡിന്റെ എക്സ് മെമ്പർ നമുക്ക് കിട്ടി. നമ്മളെ വാർഡിൽ ഒരു നായി ചത്താലോ നായി പെറ്റാലോ പിന്നെ ആർക്ക് എന്തായാലും അപ്പൊ നമ്മളെ മെമ്പറിനെ വിളിച്ചോടെ ആൾക്കാർ. സ്വന്തം പൊരയിലെ കക്കൂസിലെ വൽബ് പോയ അടുക്ക മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞോണ്ടേ ടീം അത്ര കിടില മെമ്പർ ആയിരുന്നു. മിസ്സായി നമ്മളെ മെമ്പർ. 3 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഓട്ടിട്ട് നടുവൊഴിഞ്ഞിട്ട് വട്ടു വന്നു. അപ്പന്റെ മെമ്പർ പറഞ്ഞു, നീ ബേജറാക്കണ ചായയും ചോറും എല്ലാം വട്ടിന് അണ്ണാക്കലെ കുത്തി കയറ്റി. അങ്ങനെ ഓട്ടിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പെട്ടി കൊണ്ടുപോകുന്ന കാത്തോണ്ട് എല്ലാരും ശവപ്പെട്ടിയെല്ലാം ഓട്ട് പെട്ടി. രാത്രിയായപ്പോ അടുക്കത്ത് അയ്യപ്പൻ മന്ദിരത്തിൽ നല്ല കിടിലൻ ഡാൻസ് എന്ന് പറഞ്ഞ കേട്ടിട്ട് അടുത്തേക്ക് തുള്ളി. ഇവിടെ എത്തിയപ്പോ നമ്മളെ മെയിൻ ആളെ ആവിസ്വാമി എല്ലാം ഇടണ്ടേ. ആവിസ്വാമി കൈയും കൊടുത്തിട്ട് പരിപാടി തുടങ്ങി. ഡാൻസ് എന്നുള്ള പറഞ്ഞ നല്ല കിടിലൻ ഡബ്ല്യു ഡാൻസ്. മാംഗ്ലൂർത്തെ വൺ ഓഫ് ദി കിടിലൻ ടീമായ നന്ദഗോകുലം ടീമിനെയാണ് SNH അടുക്കത്തെ പിള്ളേരെ ഇറക്കിയത്. എന്തായാലും ഡാൻസ് വൈബോടെ വൈബ്. ഡിസ്കോ ഡാൻസ് ആയാലും നാടൻ ഡാൻസ് ആയാലും ക്ലാസിക്കൽ ഡാൻസ് ആയാലും നമ്മ വൈബ് എടുക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ മജയില് നല്ല വൈബ് എടുത്തു. നമ്മ മാത്രമല്ല വൈബ് എടുക്കാൻ അവിടെ ഹൗസ്ഫുൾ ആൾക്കാരും ഉണ്ടായി. പിന്നെ നമ്മ തുള്ളു നാട്ടുകാർക്ക് പിലിയില്ലാത്ത എന്ത് ഡാൻസ്, അങ്ങനെ പിലിയും തുടങ്ങി ഓർത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫാൻസിനൊക്കെ 2 സെൽഫി എല്ലാം എടുത്തിട്ട് നമ്മ നടന്ന് തിരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ.